ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഹായ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓൾ റൈറ്റ്, ഇനി ഞാൻ പുതിയൊരു ലൊക്കേഷനിലാണുള്ളത്. അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്താണുള്ളത്. എനിവേ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഹോപ്പ് യു വിൽ ബി ഹാവിങ് എ വെരി ഹാവിങ് എ ഗുഡ് ടൈം. നിങ്ങൾ ഉഷാറായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡേയിലൂടെയാണ് കടന്നു പോകുന്നത് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുൻപ് നിങ്ങൾ എത്ര മണിക്ക് എണീറ്റത്? ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ. വെൻ ഡിഡ് യു വേക്ക് അപ്പ്? ഓക്കെ, 4 മണിക്ക്, 5 മണിക്ക്. വെരി ഗുഡ്, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? ഹൗ വാസ് ദ മെഡിറ്റേഷൻ? സെൽഫ് ലവ്, സെൽഫ് അക്സെപ്റ്റൻസ് മെഡിറ്റേഷൻ. നമ്മൾ ദ മോർ വി ഡു ദാറ്റ് മെഡിറ്റേഷൻ, വി വിൽ ബി അക്സെപ്റ്റിംഗ് മോർ, വി വിൽ ബി ഹീലിംഗ് അവർ പെയിൻ മോർ. നമ്മുടെ പെയിന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന വളരെ നല്ലൊരു മെഡിറ്റേഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. പരമാവധി ആൾക്കാർ എന്ത് വീഡിയോയിൽ വരിക, ബി ഹിയർ ഇൻ വീഡിയോ. നിങ്ങളെല്ലാവരും വീഡിയോയിൽ വരാം കേട്ടോ, ഞാൻ മാത്രം വീഡിയോയിൽ വന്നാൽ ശരിയാവില്ല. ഓക്കെ, സോ പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. എങ്ങനെയുണ്ട്? ഓരോ ദിവസവും നമ്മൾ സെഷൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ ഫീലിങ്സുകൾ? ഇന്ന് നമുക്ക് നമ്മുടെ സെഷൻ എന്താ വെച്ചാൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാം. ഓക്കെ, കുറച്ച് പോയിന്റ്സുകൾ എന്തായാലും ഷെയർ ചെയ്യാം. താങ്ക് യു ഷെറീന, ആൻഡ് താങ്ക് യു മൈമുനത്ത് മാം, താങ്ക് യു ആബിദ മാം, ആൻഡ് സുബൈർ സർ, Maria ma'am, Shobha Jain, Shobha, thank you so much for being here. Hi Rizazag, thank you. Okay, ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഹായ് ഷബ്ന, താങ്ക് യു സോ മച്ച് ബീയിങ് ഹിയർ. സോ നമുക്ക് കിടക്കാം. ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. യു ക്യാൻ ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, മറുപടി പറയാം. ഒരു ഇന്ററാക്റ്റീവ് മോഡിലേക്ക് പോവുകയും ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടോപ്പിക് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നൊരു ഇതിൽ, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പീക്ക് പെർഫോമൻസ്. നിങ്ങളുടെ പീക്ക് പെർഫോമൻസ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡെഡിക്കേഷൻ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഡെഡിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അതിലൂടെ ഒന്ന് കടന്നു പോയാലോ? എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? എന്താണ്, വട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? ലെറ്റ്സ് ഗോ ദേർ ആൻഡ് ഡിസ്കസ്. നമുക്കൊന്ന് ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. റെഡിയാണോ? ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് വേണമെങ്കിൽ കിടക്കുകയും ചെയ്യാം. Let's start the session. PP habits, peak performance habits. ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. If you are ready, let's get into it. നിങ്ങളുടെ നോട്ട്ബുക്കും പേപ്പറും ഒന്ന് എടുക്കുക. ഓക്കെ, നോട്ട്ബുക്കും പേപ്പറും ഒന്ന് എടുക്കുക, ഒന്ന് കാണിക്കുക. ഓക്കെ, നിങ്ങളുടെ പേനും പേപ്പറും ഒന്ന് കാണിക്കാവോ? ഓക്കെ, പേനും പേപ്പറും ജസ്റ്റ് ഒന്ന് കാണിക്കുക. സീരിയസ് ആയിട്ട് ഇന്റൻഷണൽ ലേണിംഗ്. ഇന്നലെ വരെ നമ്മൾ പഠിച്ചു എന്താണ് പഠനം എങ്ങനെയായിരിക്കണം, സീരിയസ് ആയിട്ട് ലേൺ ചെയ്യുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പേനും പേപ്പർ ജസ്റ്റ് ഒന്ന് കാണിക്കുക. താങ്ക് യു ശ്രീന മാം, താങ്ക് യു സിമി ഫോർ ഷോയിങ് യുവർ ബുക്ക് ആൻഡ് പേപ്പർ. ഓക്കെ, വെരി ഗുഡ്. പ്രൊഡക്ടിവിറ്റി ആൻഡ് ടൈം മാനേജ്മെന്റ്, ഈ ഒരു വിഷയത്തിന് കണക്റ്റഡ് ആയതുകൊണ്ട് വരുന്ന കുറച്ച് വിഷയങ്ങൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വരാൻ പോകുന്ന ടോപ്പിക്സുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഈ വിഷയങ്ങളായിരിക്കും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളത്, അതേപോലെ ടൈം മാനേജ്മെന്റ് എങ്ങനെ എഫിഷ്യൻ്റ് ആക്കും. ഫസ്റ്റ് പോയിന്റ് വരുന്നത് എന്ന് വെച്ചാൽ, പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡു ദ ഓപ്പോസിറ്റ് ഓഫ് 95%. ഈ ലോകത്തോ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, അധികം ആൾക്കാർ ഡു ദ ഓപ്പോസിറ്റ് ഓഫ് 95%. ഈ ഒരു മെസ്സേജ് എന്താ നൽകുന്നത്? സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ 95% ആൾക്കാരും എന്ത് ചെയ്യും, ഈ സമയത്ത് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. ശരിയാണോ അല്ലെ? സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. നമ്മൾ അങ്ങനെയാണോ? അല്ല. വി ആർ റെഡി ടു ഗോ ഫോർ against that. അതിനെതിരായിട്ട് നമുക്ക് പോകാൻ നമ്മൾ തയ്യാറാണ്. ഇത് തന്നെയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല മാർഗം ഡൂയിങ് ദ ഓപ്പോസിറ്റ് ഓഫ് 95%. അവരെന്ത് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യും. ബിക്കോസ് നിങ്ങൾക്ക് എന്ത് വേണം? യു വാണ്ട് ടു ഗെറ്റ് ദ ബെനഫിറ്റ്
ലോകത്ത് 5% ആൾക്കാർക്ക് ലഭിച്ച സ്പെഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായ രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റും. നിങ്ങൾ 95% ആൾക്കാർ ചെയ്യാൻ തയ്യാറല്ലാത്ത കാര്യങ്ങൾ എന്താണ്, അത് ചെയ്യാൻ തയ്യാറായേ പറ്റും. സോ ബി വില്ലിംഗ് ടു ഡു ദാറ്റ്. ടേക്ക് റിസ്ക്. അതിലൊരു ക്യൂരിയോസിറ്റി കണ്ടെത്തുക, അതിലൊരു എക്സൈറ്റ്മെന്റ് കണ്ടെത്തുക, അതിലൊരു സന്തോഷം കണ്ടെത്തുക. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നോ ഡൗട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഷെയർ, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്യണം. സോ നിങ്ങൾ എപ്പോഴും എന്താ വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരണോ, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണോ, ഡു ഡിഫറെൻ്റ്, ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്തേ പറ്റും. ബി ഡിഫറെൻറ്റ്. നിങ്ങളെ ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വട്ടാണെന്ന് വിളിക്കും. നിങ്ങളെ ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങൾ ഡിഫറെൻ്റ് ആണെന്ന് പറയും. നിങ്ങൾ ആൾക്കാർക്ക് എന്താ വെച്ചാൽ എന്തോ ഒരു വേറൊരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ ചിലപ്പോൾ കണ്ടെന്ന് വരും. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾ പറയേണ്ടത് എന്താ വെച്ചാൽ ബിക്കോസ് ഐ ആം ഡിഫറെൻറ്റ് ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഞാൻ പ്രൗഡാണ്. നമ്മൾ എത്ര കണ്ട് നമ്മൾ ഡിഫറെൻ്റ് ആണോ, എത്ര കണ്ട് നമ്മൾ വ്യത്യസ്തനാണോ, എത്ര കണ്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പോകുന്നത്, ദാറ്റ് മീൻസ് വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം, നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ? മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യും. മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് നമ്മളുടെ ബിലീഫായി മാറരുത്. ഇത്രയും കാലം അങ്ങനെയാണ് ആയത്. ഡോണ്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ. മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് ഒരിക്കലും എന്ത് ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഒരാളിപ്പോൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പീപ്പിൾ വിൽ ജഡ്ജ് യു ബിക്കോസ് ദേ ഡോണ്ട് നോ. നമ്മൾ അവർക്കെതിരായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അവർ ചിന്തിക്കാതെ ചെയ്യുന്നു. നമ്മൾ നേരത്തെ എണീക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, നമ്മൾ നേരത്തെ എണീക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. വി ആർ ഡൂയിങ് തിങ്സ് ഡിഫറെൻ്റ്ലി. നമ്മൾ ചിലപ്പോൾ ടൈം മാനേജ്മെന്റ് സെറ്റ് ചെയ്യുന്നു, ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, കാര്യങ്ങൾ എഴുതി വെക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ they will be judging you. ഇത് നിങ്ങൾക്ക് തോന്നുമെന്ന് നിങ്ങളുടെ ഒരു വിശ്വാസമായിട്ട് എടുക്കും. ഞാൻ ഓക്കെ അല്ല, ഞാൻ ഡിഫറെൻ്റ് ആണ്, ഞാൻ ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ട്രാക്ക് റെഡി അല്ല. നോ, യു ആർ യുണീക്ക്. യുവർ ലൈഫ് ഈസ് യുണീക്ക്. നിങ്ങൾ ചിലപ്പോൾ എന്താ വെച്ചാൽ പരാജയങ്ങളിലൂടെയും പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്നുണ്ടോ? അതൊക്കെ വെച്ചിട്ട് ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ, ഞാൻ ശരിയല്ലല്ലോ, എൻ്റെ ട്രാക്ക് റെഡി അല്ല. നിങ്ങളുടെ ട്രാക്ക് ഇതാണ്. ഓരോരുത്തർക്കും അവരുടേതായ സമയമുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ രീതിയുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ ശൈലിയുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ പാതയുണ്ട്. നിങ്ങളെപ്പോലെയല്ല ആ വ്യക്തികൾ. നിങ്ങൾ ഡിഫറെൻ്റ് ആണ്, അവർ ഡിഫറെൻ്റ് ആണ്, അവരുടെ പാത. വി ആർ ഫോളോയിങ് ദ ക്രൗഡ്. യു ചൂസ് യുവർ ഓൺ പാത്ത്. നിങ്ങൾ നിങ്ങളുടെ വഴി തിരഞ്ഞെടുത്തവരാണ്. ഇതിലെ തെറ്റും ശരിയും ഒന്നും ഒരിക്കലും അങ്ങനെ ഇല്ല. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഡു ഇറ്റ് സിൻസിയറായിട്ട് ചെയ്യുക, നല്ല എഫേർട്ട് എടുത്തിട്ട് ചെയ്യുക. പലപ്പോഴും നമ്മൾ ക്വിറ്റ് ചെയ്യുന്നത്, പലപ്പോഴും നമ്മൾ ഡൗൺ ആവുന്നത് നമ്മളെ സെൽഫ് ഡൗട്ട് ചെയ്യുന്നത് കൊണ്ടാണ്, നമ്മൾ ഇൻസെക്യൂർഡ് ആവുന്നത് കൊണ്ടാണ്. നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തതിൻ്റെ കാരണം നമ്മൾ ഇൻസെക്യൂർഡ് ആവുന്നത് കൊണ്ടാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന ചിന്ത എപ്പോഴും ഇങ്ങനെ കയറി വരും. അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. അത് ചെറുപ്പത്തിൽ നമ്മൾ ട്രോമ അനുഭവിച്ചത് കൊണ്ടാണ് നമുക്കത് വരുന്നത്. സോ ഹീൽ ദോസ് തിങ്സ്. എന്നിട്ട് നമ്മൾ റൈറ്റ് ട്രാക്കിലേക്ക് വരട്ടെ. നമ്മളുടെ ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം, റെഡിയാക്കി എടുക്കണം. നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ സങ്കട കഥകളോ അല്ലെങ്കിൽ വിഷമങ്ങളോ കാര്യങ്ങളോ പറയാതെ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്ന സംഗതികൾ, ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് വി ഗോ. നമ്മൾ നമ്മളുടെ പ്ലാനുമായിട്ട് പോവുക. നമ്മൾ നമ്മളുടെ വഴിയിലൂടെ സഞ്ചരിക്കുക. നമ്മൾ നന്മ മാത്രം ഉദ്ദേശിക്കുക. നേരായ വഴിയിലൂടെ ചിന്തിച്ചുകൊണ്ട് ആൻഡ് ഡു ദ ഓപ്പോസിറ്റ്. വെൻ യു ആർ ഡൂയിങ് ഇറ്റ്, പീപ്പിൾ വിൽ കോൾ യു ക്രേസി. നിങ്ങളെ ആൾക്കാർ വിഡ്ഢി എന്ന് വിളിക്കും, ഭ്രാന്തനെന്ന് വിളിക്കും, വട്ടുള്ളവനെന്ന് വിളിക്കും. ആൻഡ് ദാറ്റ്സ് ഓക്കെ. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഇതേ ചുമ്മാ പറയുന്നതല്ല, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. തെറ്റ് ചെയ്യാതിരിക്കും, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടാവും, പോരായ്മകൾ ഉണ്ടാകും, പക്ഷെ തിന്മ ചെയ്യാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? തിന്മയുടെ വഴിയിലൂടെ പോകാതിരിക്കുക, അഹങ്കാരത്തിന്റെ വഴിയിലൂടെ പോകാതിരിക്കുക, സ്വാർത്ഥതയുടെ വഴിയിലൂടെ മാത്രം പോകാതിരിക്കുക.
നേരായ നന്മയുടെ വഴിയിലൂടെ എല്ലാവരും നന്മ ഉദ്ദേശിച്ച് നിങ്ങളുടെ ഉദ്ദേശം ക്ലിയർ ആയിരിക്കണം. തിന്മകൾ ചെയ്തുകൊണ്ട് പോകാതിരിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. പരമാവധി എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിനിടയിൽ മറ്റുള്ളവർ ആ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല, അത് അവരുടെ തെറ്റാണ്. അത് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, മുന്നോട്ട് പോകാം. ഡു ദ ഓപ്പോസിറ്റ് ഓഫ് 95%. അത് നിങ്ങൾ എന്ത് ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്? അധികം ആൾക്കാരും ഫോൺ അഡിക്ഷൻ ആണ്. ഫോൺ അഡിക്ഷൻ ഈസ് ഈക്വൽ ടു കൊക്കൈൻ അഡിക്ഷൻ. സെയിം സെന്റർ ഓഫ് ദ ബ്രെയിൻ ഗെറ്റ് ആക്ടിവേറ്റഡ്. കൊക്കൈൻ അഡിക്ഷൻ ഉണ്ട്. കൊക്കൈൻ എന്ന് പറഞ്ഞാൽ ലഹരിയാണ്, അറിയാലോ. ഈ കൊക്കൈന് അഡിക്ഷൻ്റെ അതേ അവസ്ഥയാണ് ഫോൺ അഡിക്ഷൻ ഉള്ളത്. അപ്പം അധികം ആൾക്കാരും ഫോൺ അഡിക്റ്റഡ് ആണ്. 50% ഓഫ് ദ ടൈം ഈസ് ഫോക്കസ്ഡ് ഇൻ ഡിസ്ട്രാക്ഷൻ. ഈ ലോകത്തുള്ള അധികം ആൾക്കാരും ഡിസ്ട്രാക്റ്റഡ് ആണ് 50%. വാട്ട് വി ഷുഡ് ഡു, നമ്മൾ എന്തായിരിക്കണം, ആക്ട് ലൈക്ക് 5%. നമ്മൾ സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ കാര്യത്തിൽ സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക. 5% എന്താണ് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോടൊക്കെ നോ പറയുന്നു. ഈ കാര്യങ്ങളോടൊക്കെ നോ പറയാനുള്ള തൻ്റെയിടം കാണിക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ലൈഫ് എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് PP ഹാബിറ്റ്സ് ആണ്. ഈ PP ഹാബിറ്റ്സ് നമ്മൾ പറയുന്നത് പെർഫോമൻസ് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾക്ക് അത് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാം. 90-91 റൂൾ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് നമ്മളുടെ ഒരു PP ഹാബിറ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. 90-91 റൂൾ. അടുത്ത 90 ദിവസത്തേക്ക് നിങ്ങളുടെ മാക്സിമം പെർഫോമൻസ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും 90 മിനിറ്റ് ഒരൊറ്റ ലക്ഷ്യം എടുക്കുക. പീക്ക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാർ ചെയ്യുന്ന മെത്തേഡാണ്. അടുത്ത 90 ദിവസത്തേക്ക് 90 മിനിറ്റ് എല്ലാ ദിവസവും ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആ 90 മിനിറ്റ് മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു, പഠിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അതിൽ ഫോക്കസ്ഡ് ആയിട്ട് അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, മനഃപൂർവ്വം ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്നു. ഓൺലി വൺ ഇമ്പോർട്ടന്റ് ടാസ്ക്. സ്ക്രീന് കാണുന്നില്ല. ഓക്കെ, ഐ വിൽ ഷോ യു. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ശരി. സോ PP ഹാബിറ്റ്സ് എന്ന് പറയുന്നത് പീക്ക് പെർഫോമൻസ് ഹാബിറ്റ്സ് ആണ്. പീക്ക് പെർഫോമൻസ് ഹാബിറ്റ്സ് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിലാണ്. അതായത് 90, അതൊരു ഹാബിറ്റ്സിൽ ഒരു റൂളാണ്, അവർ അപ്ലൈ ചെയ്യുന്ന റൂൾ. 90 ദിവസത്തേക്ക് 90 മിനിറ്റ് എല്ലാ ദിവസവും 90 മിനിറ്റ് എന്ത് ചെയ്യുക, ഒരൊറ്റ ലക്ഷ്യം അതിലേക്ക് മാത്രം എടുക്കുക. എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഓൺലി വൺ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഇൻ ഫസ്റ്റ് 90 മിനിറ്റ്സ് ഓഫ് നെക്സ്റ്റ് 90 ഡേയ്സ്. നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ 90 ദിവസം, അതായത് ആദ്യത്തെ 90 മിനിറ്റ്. ഓക്കെ, ആദ്യത്തെ 90 മിനിറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ 90 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ, നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു 90 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ ദിവസവും നിങ്ങൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടൊന്ന് റിസർച്ച് ചെയ്യാം. അതൊരു പുതിയ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഗെയിം ചേഞ്ചിങ് മൂവ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു നമ്മൾ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. ടൈം ബിറ്റ്വീൻ 5 AM to 9 PM, മനസ്സിലാവുണ്ടോ? ആ ഒരു സമയം എപ്പോഴാണ്? 5 മണിൻ്റെയും 9 മണിൻ്റെയും ഇടയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് എ റിച്വൽ. അത് നമ്മൾ എന്തായിരിക്കും, റിച്വൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എവ്രി ഡേ. ആ ഒരു ടൈം എടുത്തിട്ട് എന്ത് ചെയ്യുക, 5 AM to 9 AM ഇടയിൽ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തുക. ആൻഡ് ഇറ്റ് ഈസ് എ റിച്വൽ. ആ റിച്വലായിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ. ടേൺ ഓഫ് ദ ഡിവൈസ്. നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് വെക്കുക. ഫോണെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഫോഴ്സ് ചെയ്യുക. കുട്ടി ഡോണ്ട് ഡിസ്റ്റർബ് സൈൻ. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, എന്നെ ആരും ശല്യപ്പെടുത്തരുത് എന്ന് എല്ലാവർക്കും വാണിംഗ് കൊടുക്കുക. ഈ സമയം എൻ്റെ സമയമാണ്. ആൻഡ് ഫോക്കസ് ഓൺ നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ജീനിയസ് പ്രൊജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുക. സ്റ്റേ ഇൻ ഐസൊലേഷൻ. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ചെയ്യണം. ഇതാണ് പ്രാക്ടീസ്. ദിസ് ഈസ് എ ഹാബിറ്റ്. എന്ത് ചെയ്യണം, കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഫോഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇറങ്ങുക. നിങ്ങളുടെ ടാസ്ക് എന്താണോ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഫോഴ്സ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ബുക്ക് വായിക്കണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ബുക്ക്. ഓക്കെ, വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഫൈൻഡ് യുവർ പാത്ത് ടു വൺനെസ്. ഹരിരത്ന എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ബുക്കാണ്. നല്ല ബുക്കാണ്, സിമ്പിൾ ബുക്ക്. അപ്പോൾ ഈ ബുക്ക് വായിക്കാൻ വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ പറഞ്ഞ 90 മിനിറ്റ്സ്
ടൈം 1.5 മണിക്കൂർ ഞാൻ ബുക്ക് വായിക്കും. എനിക്ക് ബുക്ക് വായിക്കണം. എനിക്ക് ഫോണിലേക്ക് നോക്കി പോകുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു, ഫോക്കസ് കിട്ടുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും നോക്കാല്ല, ബുക്കിൽ നിന്ന് മാക്സിമം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു. ആ 1.5 മണിക്കൂർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നു. ടൈം നോക്കിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നു. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു നോട്ട് പാഡും പേനയും എടുക്കുന്നു. കാരണം അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും പോയിന്റ്സ് എനിക്ക് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കാം. ബുള്ളറ്റ് പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനൊരു ബുക്ക് കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ പോയിന്റ്സുകൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബുക്ക് വായിക്കുന്നതിൽ പോയിന്റ്സുകൾ കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് പ്രോഗ്രാമിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ സ്റ്റോറീസ് ആവാം, എക്സാമ്പിൾസ് ആവാം, കേസ് സ്റ്റഡീസ് ആവാം. ആൻഡ് ദിസ് ഈസ് ഹൗ ഐ ക്യാൻ ഇംപ്രൂവ് മൈ നോളജ്. എൻ്റെ നോളജ് എന്ത് ചെയ്യും? എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഈ രൂപത്തിൽ ഞാൻ എന്നെ ഫോഴ്സ് ചെയ്യുന്നു. ബാക്കിയുള്ളവരോട് എല്ലാവരോടും പറയുന്നു, ഈ സമയത്ത് തന്നെ ശല്യം ചെയ്യരുത്. ഞാൻ അതിലേക്ക് ഫോഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇരുന്ന് നിർബന്ധിക്കുന്നു. എനിക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല, ഞാൻ ഇരിക്കുന്നു, വീണ്ടും ഇരിക്കുന്നു, എന്നെ ഫോക്കസ് ചെയ്യുന്നു. ആൻഡ് ഐ train myself and I force myself to do that. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ ഡൗട്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ചെയ്യുന്നതിന് മുൻപ് എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ എന്ത് ചെയ്യണം? ഞാൻ ഉണ്ടാക്കണം എൻ്റെ മൈൻഡിൽ. ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഓക്കെ, ഞാനിതാ 1.5 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ പോകുന്നു. ഞാനതിന് വേണ്ടിയിട്ട് ഒരു പേനയും പേപ്പറും എടുക്കും. അതിൽ ഞാൻ പോയിന്റ്സുകൾ നോട്ട് ചെയ്യും. ഞാൻ എന്ത് ചെയ്യും? ആദ്യത്തെ എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു പാരഗ്രാഫ് വായിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ ഹാഫ് പാരഗ്രാഫ് വായിക്കാൻ മാത്രമാണ്. അത് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു മൊമെന്റം എനിക്ക് കിട്ടും. ആ മൊമെന്റം വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ അറിയാതെ അടുത്ത പാരഗ്രാഫും വായിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പാരഗ്രാഫ് വായിക്കും, അടുത്ത പാരഗ്രാഫ് വായിക്കും. അങ്ങനെ എനിക്ക് ആ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഞാനത് വായിക്കും. അതിനുവേണ്ടി ഞാൻ എന്നെ ട്രെയിൻ ചെയ്യും. അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും അത് ഞാൻ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും? ഞാനത് ക്ലിയർ ചെയ്തിട്ട് പോകും. ഏതെങ്കിലും വേർഡ്സ് പുതിയത് എനിക്ക് അറിയാത്തതുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഞാൻ ഡിക്ഷണറി എടുത്തിട്ട് നോക്കും, അല്ലെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്യും. അതിനുവേണ്ടി ഞാൻ ചിലപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കും. ദിസ് ഈസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു, ദിസ് ഈസ് മൈ പ്ലാൻ. ഈ ഒരു പ്ലാൻ എൻ്റെ മൈൻഡിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത്, ദിസ് ഈസ് കോൾഡ് മൈൻഡ് മാപ്പിംഗ്. മനസ്സിനൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബൈ യുവർ മൈൻഡ്, നിങ്ങളുടെ മൈൻഡിന് അത് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ, എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് മനസ്സിന് മനസ്സിലായാൽ, ബ്രെയിൻ വിൽ ഹെൽപ്പ് യു ഓർ യുവർ ബോഡി വിൽ ഹെൽപ്പ് യു ടു ഡു ദാറ്റ്. മനസ്സിന് മനസ്സിലാവാത്ത കാര്യത്തിന് ബോഡിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. ബോഡി റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ബിക്കോസ് ബോഡി ഡസൻ നോ ഹൗ ടു ഓപ്പറേറ്റ്. അപ്പം അതിനുള്ളൊരു പ്ലാൻ ഇല്ല. ഈ പറഞ്ഞ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ? നിങ്ങൾ അധികം ആൾക്കാരും ഫോക്കസ് കിട്ടാതെ ടയേർഡായി പോകുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു, കോട്ടുവായിടുന്നു, ഉറക്കം വരുന്നു, ബിക്കോസ് യുവർ മൈൻഡ് ഡസൻ ഹാവ് എ ക്ലാരിറ്റി ഹൗ ടു ഡു ഇറ്റ്. അതുകൊണ്ടാണ്. ക്ലിയർ ആണോ? ഈസ് ഇറ്റ് യൂസ്ഫുൾ? ഇസ് ഇറ്റ് റിയലി യൂസ്ഫുൾ? യൂസ്ഫുൾ ആണോ? ബിക്കോസ് ദാറ്റ്സ് എ വെരി ബിഗ് പവർഫുൾ പോയിന്റ്. കാരണം അധികം ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത് അതുകൊണ്ട്. അപ്പം മൈൻഡ് മാപ്പിംഗ് ജസ്റ്റ് എന്ത് ചെയ്യുക? മൈൻഡിൽ നിന്ന് ഇരുന്നിട്ട് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതിനെയാണ് നമ്മൾ മറ്റുള്ളതിലൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ നിയ്യത്ത് എന്ന് പറയും, അല്ലേ? ഉദ്ദേശം കറക്റ്റാക്കുക. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലൈക്ക് ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിൽ ഉണ്ടെന്ന് വെച്ചാൽ ഏത് പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിലും അല്ലെ, ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന് പറയും. അതായത് ഏത് പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിയ്യത്തോടു കൂടി ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഈ നിസ്കാരമാണെങ്കിലും പ്രാർത്ഥനകളാണെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. നിയ്യത്ത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, മൈൻഡ് മാപ്പിംഗ് ആണ്. അതുപോലെ ചെയ്യണം. ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇന്നത് ദൈവത്തിന് മുൻപിൽ നിന്നിട്ട് ഇന്ന പ്രാർത്ഥന ഇത്ര രീതിയിൽ ഈ രൂപത്തിൽ ഞാൻ ഇതാ ചെയ്യാൻ പോകുന്നു എന്ന ഉദ്ദേശത്തോടു കൂടി, ഇതിന് മൈൻഡ് മാപ്പിംഗ് ആണ്. ഇത് കറക്റ്റായിട്ട് ചെയ്യണം. അല്ലാതെ ചുമ്മാ അത് പറഞ്ഞു പോയിട്ട് ഒറ്റ ഒരു പ്രാർത്ഥനയല്ല, അതല്ല ചെയ്യേണ്ടത്. അത് പ്രാർത്ഥനയുടെ കാര്യത്തിൽ മാത്രമല്ല, എവ്രി വർക്കിന്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. നമ്മളോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് നാളെ പോയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് കൂലി കിട്ടാനൊന്നും അല്ല. ആക്ച്വലി ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ മെത്തേഡ് എന്ത് ചെയ്യുക? അപ്ലൈ ഇറ്റ് ഇൻ യുവർ ലൈഫ്, ഡെയിലി ലൈഫ്, ഫോർ എവറി ടാസ്ക്. ബി അവെയർ ഓഫ് ഇറ്റ്, വട്ട് എവർ ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു, വാട്ട് യു ആർ ഗോയിങ് ടു ഡു ആൻഡ് ഹൗ യു ആർ ഗോയിങ് ടു ഡു. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടുതൽ തന്നെ പറയും, ഇനി എന്തെങ്കിലും സംശയം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഇങ്ങനെയൊക്കെ ക്ലിയർ ചെയ്യും എന്ന് കൂടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംശയം വരികയാണെങ്കിൽ നിങ്ങൾ ടയേർഡ് ആവില്ല. ഡു ദിസ് പ്രാക്ടീസ് എവറി ഡേ, ഫോഴ്സ് യുവർ സെൽഫ് ഫോർ ദിസ്, ആൻഡ് ദാറ്റ്സ് വാട്ട് യു ഡു. യു ഫോഴ്സ്, യു ചലഞ്ച്, യു ഫോഴ്സ് യുവർ സെൽഫ്. ആ ഫോഴ്സിങ്ങിൽ വിൻ ചെയ്യുമ്പോൾ അതൊരു ഗെയിമായിട്ട് കാണും.
You should see that process as a game. Overcome it, win it, feel the thrill of it. അതിൻ്റെ ത്രില്ല് ഫീൽ ചെയ്യുക, അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുക, ആ ചലഞ്ച് ഗെയിം മറികടന്നതിൻ്റെ ഫീൽ ചെയ്യുക. ആൻഡ് ദാറ്റ് വിൽ ഗീവ് യു എ ഡോപ്പമീൻ ബൂസ്റ്റ്. ഭയങ്കരമായിട്ടുള്ള ഡോപ്പമീൻ ബൂസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്കൊരു വല്ലാത്തൊരു പ്രൗഡ് ഫീലിംഗ് തരും. നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും, നിങ്ങളുടെ സെൽഫ് ലവ് വർദ്ധിക്കും, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും, നിങ്ങളുടെ കറേജ് വർദ്ധിക്കും. നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള മൊമെന്റം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ എനർജി ചേഞ്ച് ആകും, നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ആകും. നിങ്ങളോട് തന്നെ വല്ലാത്ത ഒരു ഇഷ്ടമുള്ള പ്രൈഡുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രൗഡായിട്ടുള്ള ഒരു ഫീലിലേക്ക് വരും. ആൻഡ് ദാറ്റ്സ് വാട്ട് യു നീഡ്. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്, റൈറ്റ് ട്രാക്കിലാണ്. ദ മോർ യു ഡു ഇറ്റ്, ദ മോർ യു വിൽ ഫീൽ ദാറ്റ്. എത്ര കണ്ട് കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നുവോ അത്ര കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഫീൽ ചെയ്യാൻ പറ്റും. കീപ് ഡൂയിങ് ഇറ്റ്, കീപ് ഡൂയിങ് ഇറ്റ്, സ്റ്റേ എക്സൈറ്റഡ്, കീപ് ഡൂയിങ് ഇറ്റ്. ആൻഡ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഹിറ്റ് കിട്ടില്ല. ബിക്കോസ് അത് നിങ്ങൾക്കൊരു മിറക്കിൾ അല്ല, പുതിയ എക്സ്പീരിയൻസ് അല്ല, ചിലപ്പോൾ ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. ബിക്കോസ് ഇറ്റ് ബിക്കെയിം റെപ്പിറ്റേറ്റീവ്. അതിന്റെ ഒരു നോർമൽ റെഗുലാരിറ്റി അതിന് സംഭവിച്ചു തുടങ്ങുമ്പോൾ അതിനോട് നമുക്ക് എന്താ വെച്ചാൽ അത്ര എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളും. പക്ഷേ ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും ആ സ്റ്റാർട്ട് ചെയ്തെടുത്തേക്ക് ഒന്ന് പോയി നോക്കുക. അതിനാണ് ആ നോട്ട് പാഡ് എടുത്തിട്ട് നോട്ട് ചെയ്യാൻ പറയുന്നത്, പ്ലാൻ ചെയ്യാൻ പറയുന്നത്, ഓരോ കാര്യങ്ങളും പ്രോഗ്രസ്സുകൾ എഴുതി വെക്കാൻ പറയുന്നത്. എന്തൊക്കെ നമ്മൾ ചെയ്തു എന്നുള്ളത് ഓരോ ദിവസവും ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ചെയ്തു എന്നുള്ളതിൽ അഭിമാനം കൊള്ളും. ഇനിയും പുതിയ ചാലഞ്ചുകൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് പുതിയ ചാലഞ്ച് സെറ്റ് ചെയ്യുക, പുതിയ രീതിയിലേക്ക് ഇതിലേക്ക് ചാലഞ്ചുകൾ കൊണ്ടുവരിക. വി ഹാവ് ടു ഡു ഇറ്റ്. നോർമലി 95% ആൾക്കാർ ഇത് ചെയ്യില്ല, നമ്മളിത് ചെയ്തേ പറ്റൂ. You got it? Do it differently. ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ടെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെയായിരുന്നു, പ്രോഗ്രാമുകളും കാര്യങ്ങളും വീട്ടിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ മൊണോട്ടണസ് ആയി. അപ്പോൾ എനിക്ക് തോന്നി എന്താ വെച്ചാൽ ഇനി ഒന്ന് ട്രാവൽ ചെയ്യും, കുറച്ച് ട്രാവൽ ചെയ്തുകൊണ്ട് പ്രോഗ്രാമുകൾ ചെയ്യാം. സോ ഐ സ്റ്റാർട്ടഡ് ലൈക്ക് നൗ ഐ ആം ഇൻ ഊട്ടി ആൻഡ് ദെൻ ഐ വിൽ ഗോ ടു അനദർ പ്ലേസ്. വേറെ ലൊക്കേഷനിലേക്ക് ഞാൻ പോകും, അവിടെ നിന്ന് പ്രോഗ്രാം ചെയ്യും. ഇതിനിടയിലൊക്കെ അങ്ങനെ ഒരു എന്താ പറയുക, പുതിയ സ്ഥലങ്ങൾ കാണുക, പുതിയ ആൾക്കാരെ കാണുക, ഈ സ്ഥലത്തൊരു പ്രോഗ്രാം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ വെച്ചാൽ ഐ വാണ്ട് ടു ബിൽഡ് മൈ എക്സൈറ്റ്മെന്റ്. സോ ഐ ഹാവ് ടു ഡു ഇറ്റ്. മൂവ് യുവർ. ഇപ്പോൾ ഞാൻ കുറേ ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. ഈ 2025 ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോ? എഴുതി വെച്ചിട്ടില്ലെങ്കിൽ എഴുതി വെക്കണം. പുതിയ ചേഞ്ചസ് എന്തൊക്കെ? നിങ്ങൾ ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും. നിങ്ങൾ ഇത്രയും കാലം ചെയ്യാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എഴുതണം. നമുക്ക് അതിനായിട്ടൊരു സ്പെഷ്യൽ പ്രോഗ്രാം തന്നെ വരുന്നുണ്ട്, മറക്കരുത്. വെറും 1899 രൂപയേ ഉള്ളൂ. ഇമ്മീഡിയറ്റ്ലി രജിസ്റ്റർ ചെയ്തോ. അടിപൊളി പ്രോഗ്രാം ആയിരിക്കും. നിങ്ങളുടെ ലൈഫ് ശരിക്കും എന്താ പറയുക, 2025 ശരിക്കും എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന പ്രോഗ്രാം ആയിരിക്കും. ലെറ്റ്സ് ഡു ദാറ്റ് ടുഗെദർ. അടിച്ച് പൊളിച്ചങ്ങ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, അതിലേക്ക് വരണം. ആരൊക്കെ ഉണ്ട് ഒന്ന് കമന്റ് ചെയ്തേ. ഹു ഇസ് റെഡി ടു ജോയിൻ ഫോർ ദാറ്റ്? അതിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ വരിക. അതിന്റെ എക്സൈറ്റ്മെന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് വന്നിട്ട് 5 ദിവസം രാവിലെ 7 മണി മുതൽ 8 മണി വരെ നമ്മൾ ചെയ്യും. ഡിസംബർ 30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പ്രോഗ്രാം അടിപൊളിയായിരിക്കും. നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് 2025 ഞാൻ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയണോ? കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, എല്ലാം ഞാൻ ഇവിടെ പറയില്ല, ബിക്കോസ് ദിസ് ഈസ് വെരി പേഴ്സണൽ ടു മീ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ വെച്ചാൽ ബിൽഡിങ് റിലേഷൻഷിപ്സ്. ഞാൻ ബിസിനസ്സിൽ ഞാൻ ഇനി കൂടുതൽ ഇത്രയും കാലം ഞാൻ മാറ്റിവെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ചെയ്തിട്ടുള്ള കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. കൂടുതൽ ആൾക്കാരുമായിട്ട് കൊളാബറേഷൻ ചെയ്യണം, അസോസിയേഷൻ ചെയ്യണം, പാർട്ണർഷിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ഫോക്കസ്. 2025 2025 ഏരിയാസ് ഐ മസ്റ്റ് ഫോക്കസ് ഓൺ ബിൽഡിംഗ് റിലേഷൻഷിപ്സ്. കാരണം ഇതെനിക്ക് അറിയാം, ഇതെൻ്റെ ഒരു വീക്ക് ഏരിയയാണ്. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ബിൽഡ് ചെയ്യുന്നതിൽ ത്രില്ല് കണ്ടെത്തുന്ന ഒരാളാണ്. ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെ പറയാ, ഞാൻ ടീമിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കും, പക്ഷേ ഞാൻ കൊളാബറേഷനിലേക്കും സംഗതികളിലേക്കും ഒക്കെ പലപ്പോഴും ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഐ എം എൻ ഇൻട്രോവേർട്ട് ആക്ച്വലി. അപ്പം അതുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം ഞാനൊരു കുറച്ചുകൂടി ഒരു എക്സ്ട്രോവേർട്ടാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നോക്കണ്ട, ഞാനൊരു ആംബിവേർട്ടാണ്. അതായത് കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു കുറച്ച് എക്സ്ട്രോവേഷനേ ഉള്ളൂ. പക്ഷെ പൊതുവേ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഞാൻ വീട്ടിലിരിക്കുന്ന ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ പുറത്തു പോകണം. ഐ വാണ്ട് ടു ഗോ ആൻഡ് ബിൽഡ്. നമ്മുടെ ഏരിയാസ് ഏതാണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക.
എന്നിട്ട് ഞാൻ എൻ്റെ ഒന്ന് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് കൊളാബറേഷൻ അസോസിയേഷൻ, മോർ കൊളാബറേഷൻ വിൽ ഹാപ്പൻ. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഒരു 2025 ചെയ്യണം എന്ന് വിചാരിക്കും. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ട് പലപ്പോഴും നിർത്തിവെച്ച സാധനമാണ്. അപ്പോൾ പലപ്പോഴും ചെയ്തിട്ട് നിർത്തിവെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തിവെച്ച കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ ഐ വാണ്ട് ടു ഗോ അഗെയിൻ മോർ ഡീപ്പ് ഇൻ ഈച്ച് സബ്ജക്ട് ഐ ടേക്ക്. ഞാൻ എടുക്കുന്ന ഓരോ സബ്ജക്റ്റിലും കൂടുതൽ ഡീപ്പായിട്ട് എനിക്ക് പഠിക്കണം. ഇപ്പോൾ പഠിച്ചതൊന്നും ഒന്നുമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും അതിലേക്ക് ഡീപ്പായിട്ട് എന്ത് ചെയ്യണം, ഇനി പോകണം. എസ്പെഷ്യലി ഹീലിംഗ് ആൻഡ് ബിസിനസ് പ്രോഗ്രാംസ്. നെക്സ്റ്റ് അടുത്തത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ബട്ട് ഐ വാണ്ട് ടു അച്ചീവ്, ഐ വാണ്ട് ടു ഫോക്കസ് മോർ ഓൺ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ. ഫൈനാൻഷ്യൽ ഡിസിപ്ലിനിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യണം. അത് ഐ വാണ്ട് ടു ഡു ഇറ്റ്. അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള ഐ നീഡ് ടു ഇംപ്രൂവ് ഏരിയാസ്. ദെൻ ഐ ആൾസോ നീഡ് ടു ഫോക്കസ് ഓൺ മൈ ടൈം മാനേജ്മെന്റ്. എൻ്റെ കൂടുതൽ ടൈം മാനേജ്മെന്റിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം, കൂടുതൽ ഫോക്കസ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് ബിസിനസ് ട്രാവൽ മോർ ആൻഡ് അറ്റൻഡിങ് മാക്സിമം ഇവന്റ്സ്. ബിസിനസ് പ്രോഗ്രാംസുകൾ, ഒരുപാട് മറ്റുള്ളവരുടെ ബിസിനസ് പ്രോഗ്രാമുകൾ, ഐ മീൻ ഇവന്റുകൾ, എക്സ്പോസ്, ഇതൊക്കെ കൂടുതൽ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ട്രേഡ് എക്സ്പോസ്, ബിസിനസ് എക്സ്പോസ്, ഇതൊക്കെ അറ്റൻഡ് ചെയ്യണം. ബിസിനസ് ട്രാവലുകൾ കൂടുതൽ നടത്തണം 2025. ആൻഡ് ഗെറ്റ് അനദർ മെന്റർ. എനിക്കിപ്പോൾ ഒരു മെന്റർ ഉണ്ട്, പക്ഷെ പുറമെ ഐ നീഡ് ടു ഫൈൻഡ് അനദർ മെന്റർ ഫോർ എ സ്പെസിഫിക് ഏരിയ. ഒരു ഏരിയ ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഏരിയയിലേക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെന്ററെ കൂടെ എനിക്ക് കണ്ടെത്തണം. ആൻഡ് ഗോ ടു പ്രോപ്പർ ബിസിനസ് മോഡ് ബൈ ബിൽഡിംഗ് ബിസിനസ്. എനിക്ക് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യാനുള്ള സംഗതികളുണ്ട്. അതിൻ്റെ പ്രോഡക്ട്സുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഐ വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. അങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ട്. ദീസ് ആർ ദ ലിസ്റ്റ്. കൂടുതൽ അതേപോലെ സ്റ്റാർട്ട് ഇംഗ്ലീഷ് പ്രോജക്ട്സ്. ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുന്ന കോഴ്സുകൾ ചെയ്യുന്ന പ്രോജക്ട്സുകൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. സോ ദിസ് ജേർണി ഓൾസോ ഇത് ഈ ഒരു ജേർണിയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. 2025 എല്ലാ ഡിസംബർ മാസം ആകുമ്പോഴും ഞാൻ പൊതുവെ ഇങ്ങനൊരു യാത്ര പോകാറുണ്ട്, ഓൾമോസ്റ്റ് എവറി ഇയർ. 2014 ഇങ്ങനൊരു യാത്ര പോയതാണ് എൻ്റെ ലൈഫ് ശരിക്കും ചേഞ്ച് ചെയ്തു, ഡിസംബർ മാസത്തിൽ. അപ്പോൾ ഞാൻ ഡിസംബർ മാസത്തിൽ പോകുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ആ ഒരു ന്യൂ ഇയർ ആകുമ്പോഴേക്കും എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടും ഈ ഇത്തരത്തിലുള്ള യാത്രയിൽ. എനിത്തിങ്, സംതിങ് വിൽ ഹാപ്പൻ. ദിസ് ഈസ് ലൈക്ക് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് ഇറ്റ് ക്യാൻ, നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര ചെയ്യാം. ഏറ്റവും നല്ലത് യു ഗോ എലോൺ. ഒരേ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോവുക. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോവുക, യാത്ര ചെയ്യുക. ദിസ് ഈസ് കോൾഡ് BWY ഡേ എന്ന് പറയും. BWY ഡേ, ഇതാണിത്. ഈ ഒരു യാത്ര ഞാൻ ഉദ്ദേശിക്കുന്നത് BWY ഡേയ്സ്. ഒന്ന് എഴുതി വെച്ചോ. ദിസ് ഈസ് അനദർ ഹാബിറ്റ്. പീക്ക് പെർഫോമൻസ് ഉള്ള ആൾക്കാരുടെ ഹാബിറ്റാണ് BWY ഡേ. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു 24 മണിക്കൂറോ അല്ലെങ്കിൽ കുറച്ച് ദിവസമോ, ചുരുങ്ങിയത് 24 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്കിരിക്കണം, വേറെ ആരും ഉണ്ടാകും. യെസ്, ബി വിത്ത് യുവർ സെൽഫ് ഡേ. BWY ഡേ എന്ന് പറഞ്ഞാൽ ബി വിത്ത് യുവർ സെൽഫ് ഡേ. നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കുക. അപ്പം നിങ്ങൾ യാത്ര ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യണം? 3 സ്ഥലത്തേക്ക് പോകാം. കാരണം നമ്മളെന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയുടെ പ്രോഡക്റ്റാണ്. ഈ പ്രകൃതിയിൽ നിന്നുണ്ടായത്, നമ്മളും പ്രകൃതിയുടെ ഭാഗമാണ്. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് വന്നതാണ്. അപ്പം നമ്മുടെ സർവീസ് സെന്റർ എവിടെയാണ്? പ്രകൃതിയിൽ തന്നെയാണ്. നമ്മുടെ സർവീസ് സെന്റർ പ്രകൃതിയിൽ തന്നെയാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്കുകൾ ചെയ്ത് കുറേ വർക്ക് ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ചിലപ്പം ഒരു 10,000 കിലോമീറ്റർ ഒരു കാർ ഓടിച്ചു കഴിഞ്ഞാൽ സർവീസ് സെന്ററിൽ കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് സർവീസ് ചെയ്ത് പാർട്സ് എല്ലാം അഴിച്ചിട്ട് ഇതിനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ശരിയാക്കി എന്തെങ്കിലും മിസ്റ്റേക്സുകളോ പോരായ്മകളൊക്കെ ഉള്ള പാർട്സുകളൊക്കെ മാറ്റിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് വണ്ടി ഒന്ന് ഉഷാറാക്കി കഴിഞ്ഞാൽ വീണ്ടും വണ്ടി നന്നായിട്ട് സ്മൂത്തായിട്ട് പോകും. വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. അപ്പം നമുക്കൊരു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ അതിനിടയിൽ എന്ത് ചെയ്യും? നമ്മളെ നഷ്ടപ്പെടും ഈ വർക്കിനിടയിൽ. ഓരോ 3 മാസം കൂടുമ്പോഴും BWY ഡേ യാത്ര ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ പ്രകൃതിയിലേക്ക് പോകാന്നാ പറയും. പ്രകൃതിയിൽ 3 സ്ഥലങ്ങളുണ്ട്: ഡെസേർട്ട്, സീ ഓർ ഫോറസ്റ്റ്, മൗണ്ടെയിൻ. അതായത് ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കടലിലേക്ക് പോകും,
കടലിനടുത്തേക്ക് ഒരു ബീച്ച് വ്യൂ ഉള്ള സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ബനുഭൂമിയിൽ പോകും, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൗണ്ടെയിൻ, നല്ല മലയും കാടും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവുക. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഈ 3 സ്ഥലങ്ങളും പ്രകൃതിയിൽ ഭയങ്കര വാസ്റ്റായി നിൽക്കുന്ന സ്ഥലങ്ങൾ, വിശാലതയുള്ള സ്ഥലങ്ങൾ, വലുതാണ് അതല്ല. വലിയ മലകൾ നമ്മൾ ചെറുതാണ്, വലിയ മല നമ്മൾ കാണും. ബീച്ചിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വലിയ നീണ്ടു നിവർന്ന് വലിയ കടലിനെയാണ് കാണുന്നത്. വിശാലതയാണ് അവിടെയുള്ളത്. മരുഭൂമിയിലും വിശാലതയാണ്. വിശാലതയുള്ള സ്ഥലത്ത് പ്രകൃതിയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യും. ആൻഡ് നിങ്ങൾ 24 മണിക്കൂർ വേറെ ഒന്നും ഇല്ലാതെ അങ്ങനെ സ്പെൻഡ് ചെയ്യുക. ഒന്നും ചെയ്യരുത്, ഡു നത്തിങ്, ഒന്നും ചെയ്യരുത്. ആരോടും സംസാരിക്കാതിരിക്കുക, നിങ്ങൾ ആരോടും ഒന്നും വിളിക്കാതിരിക്കുക. ബി വിത്ത് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾക്ക് ചുമ്മാ നോക്കിയിരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ, കോൺക്രീറ്റ് റൂമിനുള്ളിൽ ഇരിക്കരുത്. നിങ്ങൾ പ്രകൃതിയിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ ഒരു വിപാസന മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ബ്രേക്ക് ത്രൂ സംഭവിക്കും, ഒരു ഹീലിംഗ് സംഭവിക്കും, ഒരു ക്ലീനിങ് സംഭവിക്കും. ആ ക്ലീനിങ് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത പുതിയ പ്രൊജക്റ്റിനുള്ള ഐഡിയ വരും. ഇതിനാണ് ആൾക്കാർ യാത്ര ചെയ്യണമെന്ന് പറയും. ഏറ്റവും ചുരുങ്ങിയത് 24 മണിക്കൂർ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലത്. ഉറക്കം വരുന്നതിന്റെ സമയത്ത് ഉറങ്ങാം, നോ ഇഷ്യൂ. ഉറങ്ങാതെ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കണം. ബട്ട് സ്പെൻഡ് ടൈം വിത്ത് യുവർ സെൽഫ്. ബുക്ക് വായിക്കരുത്, ഒന്നും ചെയ്യരുത്. ഡു നത്തിങ് ഓർ വാക്ക്. പ്രകൃതിയിൽ നടക്കുക, ചുമ്മാ നടക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ ആയി പോകും. ആൻഡ് ദാറ്റ് വാട്ട് ഹാപ്പൻസ്, ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി. അടിപൊളിയായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യും, ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങോട്ട് എടുത്ത് കളയും. അതിൽ കഷ്ടപ്പാട് അറിയണം, ബുദ്ധിമുട്ട് അറിയണം. അപ്പൊ എന്ത് ഡിസ്കംഫർട്ട് ഉണ്ടോ, എനിക്ക് വയ്യ, എനിക്ക് ഇവിടെ ഭയങ്കര തണുപ്പാണ്, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, അല്ലൊന്നല്ല. യു ലെറ്റ് ഗോ ത്രൂ അതിന്റെ, ലെറ്റ് ഗോ ചെയ്യും, എല്ലാം ലെറ്റ് ഗോ ചെയ്യും. ഒന്നും എനിക്കൊരു വിഷയമല്ല, ഇറ്റ് ഡസന്റ് മാറ്റർ. ലെറ്റ് ഗോ എവറിത്തിങ്, ഫർഗെറ്റ് അബൌട്ട് എവറിത്തിങ്, ജസ്റ്റ് ബി വിത്ത് യുവർ സെൽഫ്. എനഫ് ഈസ് എനഫ്. ഞാൻ ഇത്രയും കാലം വറി ചെയ്തു, ഇത്രയും കാലം ബുദ്ധിമുട്ട് അനുഭവിച്ചു, പ്രയാസപ്പെട്ടു, കഷ്ടപ്പെട്ടു, ഇതൊക്കെ നമ്മൾ അധികം വിടുന്നു. ഒരു 24 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത്. കാരണം നിങ്ങൾ ഇരിക്കുമ്പോൾ കിട്ടും. ആ 24 മണിക്കൂറിന് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇരിക്കുക, 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും കിട്ടും. പിന്നെ നിങ്ങളൊരു വരവുണ്ട്, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ സ്റ്റക്കായി നിന്ന പ്രശ്നത്തിന് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഐഡിയ വരും, ഒരു എക്സൈറ്റ്മെന്റ് വരും, ഒരു ഇൻസ്പിറേഷൻ വരും. യു വിൽ ഗെറ്റ് ഇൻസ്പയർഡ്. ഇത് വീക്ക്ലി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് 2 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഏറ്റവും മിനിമം ചെയ്യേണ്ടത് 3 മാസം കൂടുമ്പോൾ ഒരെണ്ണം. ഇത് വീക്കിലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീക്കിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോ ഇഷ്യൂ. പക്ഷെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് ഇങ്ങനെ ഇത്രയും ഫ്രീ ആയിട്ടിരിക്കാൻ ചിലപ്പോൾ പറ്റിക്കോളുന്നില്ല. വീക്കിലി നമുക്ക് ഫാമിലി ഉണ്ടാകാൻ പറ്റുള്ള കാര്യം. അതാണ് അടുത്തത്, BWEF ഡേ എന്ന് പറയും. BWYF ഡേ. എന്താ BWYF? ബി വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അത് വേറെ ചെയ്യാം, അത് ആഴ്ചയിൽ ചെയ്യാം. BW വിത്ത് യുവർ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, 3 ആഴ്ച കൂടുമ്പോൾ, 3 മാസം കൂടുമ്പോൾ അവരുടെ കൂടെ ട്രിപ്പ് പോവാം. Every 3 months go out with yourself, go out with your family, go out with your friends. Because ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടും. Spend time with them and enjoy life. And how was today's session? എങ്ങനെയുണ്ടായിരുന്നു? നാളെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ പോയിന്റ്സുകൾ ഷെയർ ചെയ്യാം. ഓക്കെ. സാധാരണക്കാരെന്താ ചെയ്യുക, അവരെന്താ ചെയ്യുന്നത്, അധികം ആൾക്കാർ ചെയ്യുന്ന ലൈഫ് എന്താണ്, അത് ജസ്റ്റ് ഒന്ന് പറയാം. അധികം ആൾക്കാരും ചെയ്യുന്ന ലൈഫ് നമ്മളിവിടെ കാണുന്ന ഈ ഒരു ലൈഫാണ്. നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ദിസ് ഈസ് വാട്ട് ദേ ആർ ഡൂയിങ്. They are watching videos, playing games, gossiping, reading notifications, chatting in WhatsApp, too much web surfing, craving for serotonin. ഇവർ ചെയ്യുന്നത് എന്താണ്, കൂടുതൽ സെറട്ടോണിൻ കിട്ടാൻ വേണ്ടിയിട്ട് ടൂ മച്ച് വെബ് സർഫിങ്, നെറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, വാട്സാപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക,
നോട്ടിഫിക്കേഷൻസ് വായിക്കുക, ഗെയിംസ് പ്ലേ ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആവറേജ് ലൈഫ്. ഡോണ്ട് ഡു ദാറ്റ്. Dream, set goal for your life, a vision for your life, a bright future. Work towards it. How was today's session? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ? Is it enjoyable? Is it a reminder? എങ്ങനെയുണ്ടായിരുന്നു? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസ്കഷനിലേക്ക് കിടക്കാം. Let's start the discussion. How was the session? എങ്ങനെയുണ്ടായിരുന്നു പറയും. ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും കിട്ടിയോ? പറയും. എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്. ഇന്നത്തെ സെക്ഷന് യാത്രയെ പറ്റി, അതായത് മൈൻഡ് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. സാറ് പറഞ്ഞ് ഇപ്പൊ 24 hours ഇരിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കല്ലേ? ഐ മീൻ 24 മണിക്കൂർ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് നോർമലി പറയുന്ന അങ്ങനെ 24 മണിക്കൂർ ഒരാൾ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തായാലും ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നവർ. ഇതിന് ബ്രേക്ക് ത്രൂ എക്സസൈസ് ആണ്. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ അയാൾക്ക് വരും ഉള്ളിൽ നിന്ന്, അയാളുടെ ലൈഫ് എങ്ങനെ അടുത്ത് കൊണ്ടുപോകണമെന്നല്ലോ. ഭയങ്കര ഒരു $1 million ഐഡിയ. ഇത് വലിയ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. പറഞ്ഞല്ലോ, സാധാരണക്കാർ ചെയ്യൂല. ഇയാൾക്ക് എന്താ വട്ടാണോ? ദിസ് ഈസ് ആൻ എക്സസൈസ്. ഇതൊരു എക്സസൈസ് ആണ്. ഇത് ചുമ്മാ വെറുതെ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി നമ്മൾ സീരിയസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ 1 year പ്രോഗ്രാമിൽ ഈ ഒരു വിഷയം എങ്ങനെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി അതല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 1-2 ദിവസം ടൈം എടുത്തിട്ടാലും വേണ്ടില്ല, സ്പെൻഡ് ടൈം വിത്ത് യുവർ സെൽഫ് ഇനഫ്, ദെൻ യു വിൽ ഗെറ്റ് എൻ ഐഡിയ, യു വിൽ ഗെറ്റ് എ ബ്രേക്ക് ത്രൂ. സ്ത്രീകളാവുമ്പോൾ 24 മണിക്കൂർ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കൂലേ? അത് അടുത്ത ചോദ്യമാണ്. സ്ത്രീകളും ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ സാർ, പേടിച്ച് വിറക്കുന്നു. അതൊക്കെ നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. അത് നിങ്ങളുടെ ട്രോമയാണ്. ഹീൽ ചെയ്യൂ. ട്രോമാസ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കും, ഒറ്റയ്ക്ക് യാത്ര ചെയ്യും, ഒക്കെ ചെയ്യും, ഒരു പ്രശ്നമില്ല. അല്ലേ റഷീദ മാം? ശരിയല്ലേ? ഇത്രയും കാലം അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നത് ശരിയല്ലേ? ആണ്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ലാതാവും. അതൊക്കെ എന്തോ ശാല നമ്മുടെ ലിമിറ്റിംഗ് തിങ്കിങ്. അവിടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വ്ളോഗേഴ്സിനെ നിങ്ങൾ കാണുന്നില്ലേ? അത് ലേഡീസ് ഇത്ര ആൾക്കാരുണ്ട്, വ്ളോഗേഴ്സ്. അതൊക്കെ മൈൻഡ് സെറ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത കാലം കഴിഞ്ഞു. അതൊക്കെ 10-50 വർഷം മുമ്പുള്ള. എന്താണ് ഇപ്പോഴും കുഴിയിൽ തന്നെയാണോ? ആ കിണർന്നൊക്കെ ഒന്ന് കയറി വാ, ആ പൊട്ടങ്ങണേറ്റെന്ന്. ആരൊക്കെയോ കുഴിച്ച് കുഴിയിൽ ഇറങ്ങിയിരിക്കുക എപ്പോഴും, അതും വിശ്വസിച്ചിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ ബിലീഫ് നിങ്ങളുടെ റിയാലിറ്റി ആയി മാറുന്നു. അതിന്നൊക്കെ പുറത്തിറങ്ങ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ പോകണം, നിങ്ങൾ വീട് വിട്ടിറങ്ങണം, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെതിരെ, അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ആ വിശ്വാസങ്ങളെങ്കിലും ഒന്ന് ഒഴിവാക്ക്, ആ ചിന്തകളെങ്കിലും ഒന്ന് ഒഴിവാക്ക്. നിങ്ങൾ ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും മനസ്സിലാണ്ടോ? നിങ്ങളത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ ആ കാഴ്ചപ്പാടെങ്കിലും കൊണ്ടു നടക്കില്ലേ? ലെറ്റ് ഗോ ദാറ്റ്. സ്ത്രീ ആവുമ്പോൾ അതാണ്, സ്ത്രീ ആവുമ്പോൾ ഇതാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇതിലൊന്നും ഇനി പിടിച്ചു നിൽക്കരുത്. ഓക്കെ, ലെറ്റ് ഗോ. ഓക്കെ, വെരി ഗുഡ്. ആ ചിന്തകളെ ദയവ് ചെയ്ത് ഒഴിവാക്കുക. ആ ചിന്തകൾ ഒഴിവാക്കിയാലേ മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. സൂപ്പർ ക്ലാസ്. ട്രാവൽ ചെയ്യാൻ തയ്യാറാണ് കമർജാൻ. യെസ്. അപ്പോൾ ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നുള്ള സാധനങ്ങൾ പുറത്ത് കാട്ടാൻ തുടങ്ങി. ഇപ്പോൾ ഇതാണ് എന്താ ചിലപ്പോൾ നിങ്ങളൊരു നിങ്ങൾ ട്രാവൽ ബിസിനസ് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. ഒരുപാട് ആൾക്കാരെ കൂട്ടിയിട്ട് ട്രാവൽ ചെയ്യുന്ന എത്രയോ ആൾക്കാർ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ലേ? എത്രയോ ആൾക്കാർ എന്താ വെച്ചാൽ ഇപ്പോൾ കാണാം നിങ്ങൾക്ക് അല്ലേ, പാഷനെ ബേസ് ചെയ്തിട്ട് ചെയ്യുക. ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുക. എൻ്റെ ഒരു ഗോളാണ് എന്താ വെച്ചാൽ ഒരുപാട് ട്രാവൽ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ട്രാവൽ ചെയ്യുക. ഇങ്ങനെ റൂമിൽ ഇരുന്നിട്ട് വീട്ടിൽ ഇരുന്നിട്ട് എൻ്റെ ക്ലാസ് എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ബീച്ചസ് ഇഷ്ടമാണ്, പുതിയ സ്ഥലങ്ങൾ ഇഷ്ടമാണ്, പുതിയ സ്ഥലങ്ങൾ അവിടേക്ക് ട്രാവൽ ചെയ്യണം. അപ്പോൾ ട്രാവൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവിടേക്ക് പോയിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ് എടുക്കാമല്ലോ. ക്ലാസ് എടുക്കാം എപ്പോഴാണോ എനിക്ക് വേണ്ടത്. കാലിക്കറ്റ് പ്രോഗ്രാം വെക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യാം, എനിക്ക് ഫ്ലൈറ്റ് വഴി വന്ന് പ്രോഗ്രാം ചെയ്തിട്ട് പോകാം. ഐ ക്യാൻ ഡു ദാറ്റ്. സോ ഐ എം സീരിയസ്ലി തിങ്കിങ് അബൌട്ട്, ബിക്കോസ് ദാറ്റ് മേക്സ് മീ ഹാപ്പി. അതാണ് എന്നെ ഹാപ്പി ആക്കുന്നത്. ഐ ഡോണ്ട് ലൈക്ക് ടു സിറ്റ് ഇൻ എ റൂം. That kind of lifestyle I don't like. What I like is I want to travel more and experience more and share the story, and it will be fun. Vlog ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. It will be fun. Will you be watching? നിങ്ങൾ വാച്ച് ചെയ്യാനുണ്ടാവുമോ? Let's see what happens. I'm excited. All right. So, any questions? നിങ്ങൾക്ക് എന്തെങ്കിലും questions ഉണ്ടോ? ഒരു മീറ്റപ്പ് വെച്ചുകൂടെ കമർജാൻ ചോദിക്കുന്നു. തീർച്ചയായിട്ടും മീറ്റപ്പ് വെക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാലിക്കറ്റ് ഒരുപാട് ലൊക്കേഷൻ ഹണ്ടിങ് ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മീറ്റപ്പ് നമുക്ക് വെക്കണം, വെക്കണ്ടെന്നല്ല, തീർച്ചയായിട്ടും വെക്കണം.
നമുക്ക് മീറ്റപ്പ് വെക്കാം, നിങ്ങളെല്ലാവരും വരണം. അപ്പം അത് നമ്മൾ വെക്കും, ജനുവരി ഫെബ്രുവരിയിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇപ്പം കുറച്ച് പ്രോഗ്രാംസുകളുടെ തിരക്കിലാണ്, അതുകൊണ്ടാണ്. എല്ലാം നമുക്ക് നടക്കണ്ടേ. പ്ലീസ് എക്സ്പ്ലെയിൻ ക്രേവിംഗ് സെറട്ടോണിൻ. സിദ്ദീഖ്, ക്രേവിംഗ് സെറട്ടോണിൻ എന്ന് പറഞ്ഞത് അധികം ആൾക്കാർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, എല്ലാവർക്കും ഇപ്പം എന്താ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ ഹാപ്പി ആവണം എന്നുള്ള ചിന്താഗതിയാണ് അധികം ആൾക്കാർ. ഹാപ്പിനെസ് തേടി നടക്കണം. ഹാപ്പിനെസ് എന്ന് പറയുന്നത് തേടി നടക്കേണ്ട സാധനമല്ല. ഹാപ്പിനെസ് നമ്മുടെ ലൈഫിനെ സെറട്ടോണിൻ ക്രേവ് ചെയ്യാതെ, നമുക്ക് എപ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മുടെ ഈ ക്രേവിംഗ് ആണ്. നമുക്ക് എപ്പോഴും ഹാപ്പി ആവണം എന്നുള്ള ഒരവസ്ഥ. എപ്പോഴും ഹാപ്പി ആകുന്നത് നമുക്ക് പോസിബിൾ ആണ് എങ്ങനെ? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. അതായത് ബോറടിക്കുന്നത് ഓക്കെയാണ്. നമ്മുടെ പ്രശ്നം എന്താണ്? ബോറടിക്കാൻ പാടില്ല. നമ്മുടെ പ്രശ്നം നമുക്ക് തലവേദന വരാൻ പാടില്ല. നമ്മുടെ പ്രശ്നം നമുക്ക് ക്ഷീണം വരാൻ പാടില്ല. നമ്മുടെ പ്രശ്നം എന്താണ്? നമുക്കൊന്ന് ഡൗൺ ആയിട്ടിരിക്കാൻ പാടില്ല. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? എനിക്കാകെ ബോറടിക്കുന്നു, എനിക്കെന്തോ ഓക്കെ അല്ല. കാരണം നമുക്ക് ഈ സോഷ്യൽ മീഡിയ നമുക്ക് തരുന്നത് എന്താണ്? എപ്പോഴും സെറട്ടോണിൻ അല്ലെങ്കിൽ ഡോപ്പമൈൻ റിലീസാണ്. എപ്പോഴും നമ്മളിങ്ങനെ ബോഡി നമ്മൾ ട്രെയിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കണം. നോ, ഇറ്റ്സ് ഓക്കെ ടു ബി ബോർഡ്, ഇറ്റ്സ് ഓക്കെ ടു ബി സാഡ് എന്ന ഫീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും. അതാണ് ഇതിന്റെ രഹസ്യം. ഇറ്റ്സ് ഓക്കെ, ബോറടിച്ചിരിക്കുന്നത് ഓക്കെയാണ്, ഒറ്റപ്പെട്ടു പോകുന്ന പോലെ ഒരു ഫീലിംഗ്, ആൻഡ് ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്, ഇറ്റ്സ് ഈസ് ലൈഫ്, ആൻഡ് ദാറ്റ് ഈസ് ആ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് അതാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് നോക്കിയേ. അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും എപ്പോഴും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുക. അപ്പൊ നിങ്ങൾ സെറട്ടോണിൻ ആക്ച്വലി നിങ്ങൾ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെറട്ടോണിൻ ഇസ് ഓൾവേസ് ദർ. സോ ഇറ്റ്സ് ഓക്കെ ടു ബി unhappy, it's okay to be bored, it's okay to be lazy. നമ്മൾ കുറച്ചൊക്കെ മടി ഫീൽ ചെയ്യുന്നത്, ദാറ്റ്സ് ഓക്കെ. എനിക്ക് മടി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ചിട്ട് കൂടുതൽ വഷളാക്കുന്നത്, ഇറ്റ്സ് ഓക്കെ. ഈ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് എൻജോയ് യുവർ ലൈഫ്, ലിവ് യുവർ മൊമെന്റ്, ബി ഹാപ്പി. ഓക്കെ, ദാറ്റ്സ് ദ ഓൺലി വേ. എനി അതർ ക്വസ്റ്റ്യൻസ്? Okay. Any other questions? Any questions? We can do it. All right. നമുക്ക് യാത്രകൾ പോകണം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒക്കെ ചെയ്യാൻ നമുക്ക് കേട്ടോ. സോ സ്റ്റേ ഇൻ ടച്ച് വിത്ത് അസ്, കണക്റ്റഡ് ആയിട്ട് നിൽക്കാം. സോ ഇന്നത്തെ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഏതാ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നില്ല? ഷെറീന നൗഷാദ് പറയുന്നു, സാർ കൊള്ളാം, ഓഫ്ലൈൻ വരുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ് വരുന്നുണ്ട്, തീർച്ചയായിട്ടും വരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് വരിക ഓഫ്ലൈൻ ക്ലാസ് നമ്മളുടെ ഇതായിരിക്കും. ഒരു മീറ്റപ്പ് വരാൻ സാധ്യതയുണ്ട്, പക്ഷെ അതിനു മുൻപ് അഡ്വാൻസ് പ്രോഗ്രാമിന്റെ ഓഫ്ലൈൻ ആയിരിക്കും വരിക. ഹൗ ടു ഓവർകം ഓവർ തിങ്കിങ്, ആരിഫ് ഖാൻ. ഓവർ തിങ്കിങ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഓവർ തിങ്കിങ് നമ്മൾക്ക് അത്രയ്ക്കും കടുത്ത ട്രോമയിലൂടെ കടന്നു പോയ ഒരാൾക്കാണ് ഓവർ തിങ്കിങ് അയാളുടെ പാറ്റേണായി മാറുന്നത്. ഓവർ തിങ്കിങ് ഒഴിവാക്കണമെങ്കിൽ ഹീലിംഗ് ചെയ്യണം. 2 രീതിയിലാണ് ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ പറ്റും. ടേക്ക് മെഡിസിൻ. ഒന്ന് മെഡിസിൻ എടുക്കുക. ഓക്കെ, സൈക്കോളജിക്കലി ഉള്ള മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ്, പക്ഷെ അതിന് നിങ്ങൾ അഡിക്റ്റ് ആവാൻ സാധ്യത. പക്ഷെ എന്നാലും ഒരു വഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സപ്പോർട്ട് എടുക്കുന്നത് നല്ലതാണ്. വേറെ ഓപ്ഷൻ എന്താ? ഉള്ളത് പോലെ പറയുന്നത് വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹീലിംഗ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അപ്പം മെഡിസിൻ എടുക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, ഹീലിംഗ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, സ്വസ്ഥമായിട്ട് ഉറങ്ങുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നല്ല ഫുഡ് കഴിക്കുക. ഈ പൊരിച്ചത്, ഫ്രൈഡ് ഐറ്റംസ്, ബീഫ് ഐറ്റംസ്, ഈ പറഞ്ഞിരിക്കുന്ന മീറ്റ് ഐറ്റംസ് കമ്പാരിറ്റീവ്ലി കുറക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ, കുറച്ചുകൂടെ വെജിറ്റബിൾസ്, അങ്ങനെയുള്ള ഫുഡുകൾ, നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഡ്രൈ ഫ്രൂട്ട്സ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ ഫുഡുകളുണ്ട്, അത്തരത്തിലുള്ള ഫുഡുകൾ കഴിക്കാം. ഓവറായിട്ട് കഴിക്കാതിരിക്കുക, റൈറ്റ് എമൗണ്ടിൽ കഴിക്കുക. ഹെൽത്തി ഫുഡ് ഐറ്റംസ് ഉണ്ട്, സ്ട്രെസ് കൂട്ടുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട്, സ്ട്രെസ് കുറക്കുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ സ്ട്രെസ് കുറയ്ക്കുന്ന നല്ല ഫുഡ് ഐറ്റംസുകൾ എന്ത് ചെയ്യുക? നോക്കിയിട്ട് കഴിക്കാം. 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക, 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കാം. നേരത്തെ ഉറങ്ങുക, സോഷ്യൽ മീഡിയ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കൂടുതൽ എക്സസൈസ് ചെയ്യുക, കുറച്ചൊക്കെ വെയിൽ കൊള്ളുക, കുറച്ചൊക്കെ നടക്കുക, വിയർക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾ സെറട്ടോണിൻ വർദ്ധിപ്പിക്കും, ഓക്സിറ്റോസിൻ വർദ്ധിപ്പിക്കും. പിന്നെ ഹഗ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക.
ഹാപ്പി ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരും. പിന്നെ ഹീലിംഗ്, നന്നായിട്ട് തെറാപ്പി ചെയ്യുക. അതാണ് നമ്മൾ നമ്മുടെ കോഴ്സിലേക്ക് വരാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഹീലിംഗ് ആണ്. ഹീലിംഗ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആ ബാക്കിയുള്ള ചെയ്താലാണ് ബാക്കിയുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യും, രണ്ടാമത്. കാരണം നിങ്ങൾ ട്രിഗർ ചെയ്യുന്ന ട്രോമാസാണ്. ആ ട്രോമാസ് എന്ത് ചെയ്യണം, ഹീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിഗർ ചെയ്യൂല, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകില്ല. അതിനാണ് 23-ാം തീയതി നടക്കുന്ന ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പ് ആയിട്ടുള്ള EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാമിലേക്ക് നിങ്ങളോട് പങ്കെടുക്കാൻ പറയുന്നത്. ആർക്കൊക്കെ ഓവർ തിങ്കിങ് ഉണ്ടോ, നെഗറ്റീവ് തിങ്കിങ് ഉണ്ടോ, ഡൗൺ ആയി പോകുന്നുണ്ടോ, കൺസിസ്റ്റൻസി കിട്ടാതാവുന്നുണ്ടോ, സെൽഫ് ബ്ലെയിമിംഗ് ഉണ്ടോ, കുറ്റപ്പെടുത്തുന്നുണ്ടോ, ഡിപ്രസീവ് ആയിട്ടുള്ള സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടോ, കം ടു ദാറ്റ് പ്രോഗ്രാം. ഇറ്റ് വിൽ ചേഞ്ച്. നിങ്ങൾ അൺസ്റ്റക്ക് ആക്കി കളയും. നിങ്ങൾ ശരിക്കും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന, ഹാപ്പി ആയിട്ടുള്ള, ഫുൾഫിൽമെൻ്റ് ഉള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുപോകും. ആൻഡ് ദാറ്റ്സ് ദ പവർഫുൾ പ്രോഗ്രാം. കം ആൻഡ് ഡു ദാറ്റ്. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ലൈക്ക് എനിത്തിങ്. അതിനുള്ള പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടീം മെമ്പേഴ്സ് കൊടുക്കാറുണ്ട്. നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കാൻ, ബന്ധപ്പെടാം. ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് യു. ഓക്കെ. അപ്പോൾ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ആരിഫ് ഖാൻ, ഡു ദാറ്റ്. ഇനി അതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് നടക്കുന്നില്ലെങ്കിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫൈനൽ ഓപ്ഷനായിട്ട് മെഡിസിൻ ഇസ് നോട്ട് എൻ ഓപ്ഷൻ ഐ വുഡ് റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് ദാറ്റ് ഇസ് അഡിക്റ്റീവ്. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, വെരി ഗുഡ്. ആരാണ് ചോദിച്ചത്? പേരെന്താ? എൻ്റെ പേര് പ്രജിത. പ്രജിത മാം, നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് എത്രയായി നമ്മുടെ ക്ലാസ്സിൽ? ഇന്നാണ് ജോയിൻ ചെയ്തത്. ഇന്നാണ് ജോയിൻ ചെയ്തത്. വെരി ഗുഡ്. ഭയങ്കര അതുകൊണ്ടാണ് സന്തോഷം തോന്നി ക്ലാസ് കേട്ടപ്പം. ഒരു കുറച്ച് അറിവിൽ നിന്നും പറയുന്ന പോലെയല്ല, ഒരു ഡീപ്പായിട്ടുള്ള അറിവ് നേടിയിട്ട് ഞങ്ങളോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ ക്ലാസ് കേട്ടപ്പം. താങ്ക് യു. സോ എവിടെ സ്ഥലം? കോഴിക്കോട്. കോഴിക്കോടാണ് സ്ഥലം. നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം ഹോം ട്യൂഷൻ മാത്രം. ഓക്കെ. സോ ഹീലിംഗ് എന്നുള്ള വേർഡ് ആക്ച്വലി അതിനർത്ഥം എന്താണ്? ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്, സുഖം പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഇവിടെ നമ്മൾ ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള വേദനകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളെ സുഖം പ്രാപിക്കാൻ സഹായിക്കുന്ന പ്രോസസ്സിനെയാണ് ഹീലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നിങ്ങൾ ഹീൽ ചെയ്യപ്പെടാന്ന് പറഞ്ഞാൽ നിങ്ങൾ സുഖം പ്രാപിക്കുക, അസുഖം മാറുക. അല്ലെങ്കിൽ അത് എല്ലാ തരത്തിലോട്ടും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് അവരുടെ അസുഖങ്ങൾ മാറുന്നുണ്ട്. കാലങ്ങളായിട്ടുള്ള ബോഡി പെയിൻസ്, ഹെഡ് ഏക്ക്, മറ്റുള്ള കാര്യങ്ങൾ. 10-25 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. അത് ഈ ഹീലിങ്ങിലൂടെയാണ് മാറിയത്. അപ്പോൾ നമ്മൾക്ക് ഹീലിങ്ങിന് ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ് പേരാണ് ഈ പ്രോഗ്രാം ട്രോമ ഹീലിംഗ് എന്ന് നമ്മൾ പറയുന്ന പ്രോഗ്രാം. EFT എന്ന് പറയുന്ന ഹീലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഹീലിങ്ങിന് ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ സുഖം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഒരു ചികിത്സാ രീതിയുണ്ട്, മെത്തേഡ് ഉണ്ട്. മെത്തേഡ് എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ്. അപ്പോൾ ആ തെറാപ്പിയിലാണ്, ഹീലിംഗ് തെറാപ്പിയാണ്. ആ തെറാപ്പിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്തു. അതെന്താണ്? ഒരു EFT ആണ്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയുന്ന മെത്തേഡ്. EFT എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ അക്യൂപ്രഷർ പോയിന്റ്സിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ആ അക്യൂപ്രഷർ പോയിന്റ്സിനെ പറയുന്ന പേരാണ് മലയാളത്തിൽ നമ്മൾ മർമ്മം എന്ന് വിളിക്കും. മറ്റൊരു വീട്ടിൽ നമുക്ക് എനർജി പോയിന്റ്സ്, നമ്മുടെ ശരീരത്തിലെ എനർജി ആക്ടിവേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. ഇത് നമ്മൾ ജസ്റ്റ് എന്താ വെച്ചാൽ ജസ്റ്റ് അവിടെ ഇതൊരു പോയിന്റ് ഇവിടെ ടാപ്പ് ചെയ്യുന്നു, അതേപോലെ ഇവിടെ പോയിന്റ്. ഇങ്ങനെ ടാപ്പ് ചെയ്യുകയും അതിൻ്റെ കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കമാൻഡുകൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എൻറ്റയർലി അൺകോൺഷ്യസ് ലെവലിൽ കിടക്കുന്ന, നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളെ റീപ്രോഗ്രാം ചെയ്യാനും, നമ്മളുടെ ശരീരത്തിൽ സ്റ്റോറായി കിടക്കുന്ന ട്രോമാസ് അല്ല, നമ്മൾ അനുഭവിച്ച എല്ലാ വേദനാജനകമായ അനുഭവങ്ങളാണ് നമ്മളുടെ ലൈഫിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. ആ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ പണ്ടുണ്ടായിട്ടുള്ള, ഫോർ എക്സാമ്പിൾ, നമ്മുടെയൊക്കെ ലൈഫ് ചിലപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള വേദനാജനകമായ ഇവന്റുകളായിരിക്കാം. അധികം ആൾക്കാർക്കും ട്രോമ ഭയങ്കര ഇമ്പാക്റ്റ് ആവാറുണ്ട്. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യണം, പ്രണയമുണ്ടായി, എന്നിട്ട് ബ്രേക്കപ്പ് ആയി, ശരിക്കും അയാൾ അത് തകർത്ത് കളയും. അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു, അയാളുടെ അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ അമ്മ മരിച്ചു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും മരണപ്പെട്ടു, ഇത് ശരിക്കും അവരെ തകർത്ത് കളയും. അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിലൂടെ കടന്നുപോയി, അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ബിസിനസ് തകർന്നു. ഇതൊക്കെ ശരിക്കും ട്രോമാറ്റിക് ആണ്. ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ തന്നെ ആവണമെന്നില്ല. ചെറുപ്പം മുതലേ നമ്മൾ 3000-ഓളം ട്രോമാറ്റിക് എക്സ്പീരിയൻസ് മിനിമം ഒരാൾ കടന്നു പോകുന്നുണ്ട്.
ഈ കടന്നു പോയത് കണ്ടിന്യൂസ് ആയിട്ട് പലതും ചെറുപ്പം മുതൽ കടന്നു പോയിട്ടുള്ള ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള നീ കൊള്ളില്ല, നിനക്ക് നിറവില്ല, നിന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണ്, അല്ലെങ്കിൽ നീ എന്താ പറയുക, നീ നീ മണ്ടനാണ്, നീ പൊട്ടിയാണ്, നിനക്കെന്താ ഭ്രാന്താണോ, ഇങ്ങനെ കുട്ടികളെ ഒരുപാട് വഴക്ക്, കുറ്റപ്പെടുത്തൽ, ഇതെല്ലാം ട്രോമാറ്റിക്കാണ്. ഇതൊക്കെ ഒരു കുട്ടിയുടെ കഴിവിനെ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തെ ബാധിക്കും. അപ്പൊ ചെറുപ്പത്തിൽ 7 വയസ്സ് വരെയുള്ള ഘട്ടവും അത് കഴിഞ്ഞിട്ട് 15 വയസ്സ് വരെയുള്ള ഒരു ഘട്ടത്തിനിടയിൽ ആ കുട്ടി അനുഭവിക്കുന്ന, അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ടീനേജ് പ്രായം പൂർത്തിയാകുന്ന അല്ലെങ്കിൽ ഒരു 20-22 വയസ്സ് വരെ അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അയാളുടെ 15 വയസ്സ് വരെയുള്ള വയസ്സിനുള്ള ആ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ആ കുട്ടിയുടെ അഡൽട്ട് ലൈഫ് എന്താകും തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ ഇപ്പം പ്രശ്നമുണ്ടോ, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ എന്ത് അനുഭവിച്ചു, നിങ്ങൾക്ക് ഒരു ചെറുപ്പത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദനകളും ഇപ്പോൾ നിങ്ങൾ അതിനു മുൻപ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദനകളും ഒക്കെ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിനെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി നിയന്ത്രിക്കുന്നുണ്ട്. ഈ ട്രോമാസിനെ ഓരോന്നും എടുത്തിട്ട് അതിലുള്ള ഇമോഷൻസിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, ഇമോഷൻസിൽ നിന്ന് നമ്മളെ ഫ്രീ ആക്കുന്ന ആ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രോമ ഹീലിംഗ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു പിടിക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു പ്രോസസ്സ്. ഇതൊരു തെറാപ്പി മെത്തേഡാണ്. 30 ഡേയ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, 45 ഡേയ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, 60 ഡേയ്സിന്റെ പ്രോഗ്രാം ഉണ്ട്. ഈ ഹീലിംഗ് ജേർണിയിൽ നിങ്ങൾക്ക് കൂടുതൽ 30 ഡേയ്സ് തന്നെ മതി പൊതുവെ അധികം ആൾക്കാർക്ക്. 30 ഡേയ്സ് ആണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് കൂടുതൽ ട്രോമയുള്ള ആൾക്കാർക്ക് 45 ഡേയ്സ് എടുക്കാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, 60 ഡേയ്സ് എടുക്കാം. അപ്പോൾ ഇതിന് 3 പ്രൈസ് ആണ്. ഒന്ന് പ്രീമിയം സർവീസ് ആണ്, ഒന്ന് സിൽവർ പാക്കേജ് ആണ്, മറ്റൊന്ന് ബ്രോൺസ് പാക്കേജ് ആണ്. അപ്പോൾ ബേസിക് പ്ലാൻ ആണെന്ന് പറയുന്നത് 30 ഡേയ്സ് പ്രോഗ്രാമിൽ 30 ഡേയ്സ് നിങ്ങളുടെ കൂടെ ഒരു മെൻറ്റർ ഉണ്ടാകും, നിങ്ങളെ ഹീൽ ചെയ്യാനും കാര്യങ്ങൾക്കും തെറാപ്പിയൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 10 ഡേയ്സ് ഇതിൻ്റെ ഒരു അവയർനെസ് ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടാകും. ഈ ക്ലാസ്സിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ക്ലാസ് ചെയ്യുന്നത് ഞാനാണ്, 10 ഡേയ്സ് സെഷൻസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഹീലർമാരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് തരും, അവർ നിങ്ങളെ ഹീൽ ചെയ്യുകയും ചെയ്യും. ഇതാണ് ആ പ്രോസസ്സ്. ഈ പ്രോസസ്സിലോട്ട് കടത്തി വിട്ടിട്ട് നിങ്ങളുടെ ട്രോമേസിൽ നിന്ന് നിങ്ങളെ ഹീൽ ചെയ്യാൻ പൂർണ്ണമായിട്ട് നിങ്ങൾ ഫ്രീ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് ആ ഓർമ്മകളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. യു വിൽ ബി ഫ്രീ ഫ്രം എവറിത്തിങ്. നമ്മുടെ ലൈഫ് സ്റ്റക്കായിരിക്കുന്നത് നമ്മുടെ പാസ്റ്റിലാണ്. കുറേ ആൾക്കാർ ലൈഫ് കിടക്കുന്നത് 6 മാസം മുൻപ് സംഭവിച്ച കാര്യങ്ങളിലാണ്. ചില ആൾക്കാരുടെ ലൈഫ് കിടക്കുന്നത് 1 വർഷം മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ്. ചില ആൾക്കാരുടെ ലൈഫ് കിടക്കുന്നത് 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് നടന്ന കാര്യം. എന്നാൽ ചില ആൾക്കാരുടെ ലൈഫ് സ്റ്റക്കായി കിടക്കുന്നത് വേ ബിഫോർ യങ് പീരീഡിലാണ്. അത് അധികം ആൾക്കാരുടെ ലൈഫും ശരിക്കും സ്റ്റക്കായി കിടക്കുന്ന ചെറുപ്പകാലത്തിലാണ്. 80% ആൾക്കാരും. ഈവൻ 6 മാസം മുമ്പ് ഈ പ്രശ്നം ഉണ്ടായതിൻ്റെ കാരണം വരെ ചെറുപ്പകാലത്ത് പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇഷ്യൂ ഉണ്ടോ, ചെറുപ്പകാലത്തുള്ള പ്രശ്നമാണ്. കഴിഞ്ഞ 6 മാസത്തിലുള്ള 1 വർഷത്തിലുള്ള നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായോ, ബിസിനസ്സിൽ നഷ്ടമുണ്ടായോ, നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളാണ്. ചെറുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടിയില്ല, റെക്കഗ്നേഷൻ കിട്ടിയിട്ടില്ല, അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് വേണ്ട അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല, റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. അത് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം, അത് ക്ലിയർ ചെയ്യണം. ഓരോ ഇൻസിഡൻറ്റും എടുത്തിട്ട് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് അതിലെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് ഹീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് ഫ്രീ ആവുന്നതോടുകൂടി, അതാണ് അത് നിങ്ങളെ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോഴും റിലേഷൻഷിപ്പ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. എന്താ കാര്യം, ചെറുപ്പകാലത്ത് വേണ്ട രീതിയിലുള്ള റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും, ഇപ്പോഴും പോസസീവ് ആയിരിക്കും, ഇപ്പോഴും നിങ്ങളുടെ പാർട്ണറോട് ഇങ്ങനെ വല്ലാണ്ട് വഴക്ക് കൂടുന്നുണ്ടാവും. ഇപ്പോഴും നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പാർട്ണർഷിപ്സോ അല്ലെങ്കിൽ അസോസിയേഷൻസോ സംഗതികളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതിൻ്റെ കാരണം യു ഹാവ് ടു വർക്ക് ഓൺ യുവർ പാസ്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ പാരൻസ്. നിങ്ങളുടെ പാരൻസുമായിട്ടുള്ള, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകും. അത് നിങ്ങളുടെ ബിസിനസ് ഡിസ്റ്റൻസിനെ ബാധിക്കും, നിങ്ങളുടെ കരിയറിനെ ബാധിക്കും, ഇതെല്ലാം ബാധിക്കും. ഇതെല്ലാം കണക്ഷൻസ് ഉണ്ട്. പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. സോ ദിസ് ഈസ് വാട്ട് ഇസ് ഹാപ്പനിങ്, ദിസ് ഇസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ ദ പ്രോഗ്രാം, ഈ 30 ഡേയ്സ് പ്രോഗ്രാമിൽ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാം. എനിവേ, ഇത് ഇത്രയും പ്രോഗ്രാമുകൾ നടക്കുന്നത് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ. അതിൻ്റെ ഡീറ്റെയിൽസോടെ ടീം മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചോളൂ, ആ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. കോൾ ആൻഡ് കോൺടാക്ട് ദ ടീം മെമ്പർ. ഇനി അതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളുടെ മെൻറ്റേഴ്സ് ഉണ്ട്, അഡ്മിന്മാരുണ്ട്. അവരെ ബന്ധപ്പെട്ടാൽ മതി, നമ്പർ ചോദിച്ചാൽ മതി, അവരെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യും. സോ കോഴ്സിൻ്റെ ഫീ വരുന്നത്, ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 9,800 ആണ്, 9,800 ആണ്. വലിയ ഫീസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. Okay. Anyway, thank you so much for asking such a wonderful question. It was helpful for many people. Asma Ibrahim, thank you so much. Super session. Thank you, Asma. Thank you, everyone, for joining here.
താങ്ക് യു ബഷീർ ഖാൻ, താങ്ക് യു. സർ 1 മിനിറ്റ്. ഞാൻ ചോദിച്ചോളൂ. ഈ നമ്മള് ഇപ്പം നേരത്തെ നമ്മള് ഈ പിന്നെ കാട് മല അതിലേക്ക് പോവാന്ന് പറഞ്ഞത്, അപ്പൊ അതിന്റെ മുമ്പ് എന്ന് പറഞ്ഞ VW Yeah. VW വൈഡ് ആ BWY എന്ന് പറഞ്ഞുതരാം. ബി ആണോ? ബി വിത്ത് യുവർ സെൽഫ്. യുവർ സെൽഫ് എന്നുള്ളതിന്റെ വൈ ആണ്. BW ബി വിത്ത് യുവർ സെൽഫ്, അത്രേ ഉള്ളൂ. അത് അങ്ങനെ എഴുതി നോക്ക്, അപ്പൊ കിട്ടും. ബി വിത്ത് ബി വിത്ത് യുവർ സെൽഫ്. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷൻ ഉഷാറായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ചോദിച്ചോളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ബി വിത്ത് യുവർ ഫ്രണ്ട്സ് ഫാമിലി എന്നാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ബി വിത്ത് യു എന്നുള്ളത് മനസ്സിലാക്കിയത്. ഫസ്റ്റ് ടൈമാണ്. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഫ്രണ്ട്സിന്റെ കൂടെ ഫാമിലിന്റെ കൂടെ നമ്മള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടേം എനിക്ക് കിട്ടുന്നത്. താങ്ക്സ് സർ. പേരെന്താ? ഷെമീനോട് സ്ഥലം? മലപ്പുറം. ഓക്കെ, താങ്ക് യു ഷബീന. എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ നിലവിൽ? ടീച്ചറാണ്. സോ പറഞ്ഞ പോലെ തന്നെ ബി വിത്ത് യുവർ സെൽഫ് എന്നുള്ളത് വലിയൊരു കോൺസെപ്റ്റാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. കാരണം നമ്മൾ ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെയും ഇടയിലൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നു, നമുക്ക് ഉപകാരപ്പെടുന്നു. പക്ഷേ നമ്മൾ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ വിട്ടുപോകും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഹീലിങ്ങിന് ഏറ്റവും ആവശ്യമുള്ളതാണ് സെൽഫ് കെയർ എന്ന് പറയും. സെൽഫ് കെയർ ആണ് ബി വിത്ത് യുവർ സെൽഫ്. നമ്മളോട് ചെയ്യുന്ന സെൽഫ് കെയർ ആണ്, സെൽഫ് ലവ് ആണ്. അതൊക്കെ സെൽഫ് കെയർ എന്നുള്ളതും അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ ഇങ്ങനെ നമ്മൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് നമ്മളെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിന് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ളത്. സെൽഫ് കെയർ ഓക്കെ, അതിന് നമ്മൾ ടൈം കൊടുക്കണം, സെൽഫ് ഹെൽത്തിന് ടൈം കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും സാർ പറഞ്ഞ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് നമ്മളെ ഹീൽ ചെയ്ത് ഫോറസ്റ്റിലൂടെ നമ്മൾ ഒറ്റക്ക് നടന്ന് അത് ആദ്യമായിട്ട് സാറിന്റെ അടുത്ത് കിട്ടാം. ദാറ്റ്സ് വൈ ദിസ് എന്താ പറയുക, അതുകൊണ്ടാണ് പറഞ്ഞത് ഡു ദ 95%, ഓപ്പോസിറ്റ് ഓഫ് 95% എന്ന് പറഞ്ഞത്. അതായത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാണ്ട്. ദ ജേർണി വിൽ ബി അമേസിങ്. സ്റ്റേ വിത്ത് മീ, ലേൺ ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. Thank you. Have a great day.